ദജ്ജാൽ പുറത്തു വന്നു കഴിഞ്ഞു. ഇനി അവൻ്റെ ഫിസിക്കലി സാന്നിധ്യം ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടത് മാത്രമേ ഉള്ളൂ. ഇതൊന്നാമതായി മനസ്സിലാക്കണം. ഈ കാണുന്നതെല്ലാം അവൻ്റെ വിളയാട്ടങ്ങളാണ്. ദജ്ജാലിൻ്റെ വിളയാട്ടങ്ങളാണ് ഈ കാണുന്നതെല്ലാം. ഒരു പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയുടെ പട്ടാളക്കാരുടെ സാന്നിധ്യം ആ പ്രദേശത്തുണ്ടാവുന്നത് പോലെയാണ് ഇപ്പോൾ ഈ കാണുന്നതെല്ലാം. ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഒരു ഇന്റേണൽ വാർ എന്നത് ഇവിടെ തുടങ്ങിയിട്ട് മനുഷ്യോൽപത്തിയോളം അതിന് പഴക്കമുണ്ട്. ഞാൻ പറയുന്നത് ദജ്ജാലിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് മാത്രമാണ്. ദജ്ജാലിൻ്റെ ഫിസിക്കലി ദജ്ജാൽ ആരാണ് എന്നല്ല. അത് പഠിക്കാനുള്ള സമയമൊന്നും എൻ്റെ ആയുസ്സിൽ എനിക്ക് കിട്ടിയിട്ടില്ല. അതയാൾ ആരാവുക എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രധാനപ്പെട്ട ചർച്ചയുമല്ല. അയാൾ ആരോ ആകാം, പക്ഷെ അയാൾ ഉണ്ട് എന്ന കാര്യവും അയാളിപ്പോൾ നമ്മുടെ മുന്നിൽ സാന്നിധ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ ഇനി അപ്പോൾ ഏത് കാലത്തും ലോകത്ത് രണ്ട് വിഭാഗം ജനങ്ങളെ ഉള്ളൂ. ഒന്ന് ദജ്ജാലി ജനതയും ഒന്ന് മുഹമ്മദി ജനതയും. രണ്ട് ജനതയാണ് ലോകത്തുള്ളത്. വളരെ ഇൻ്റലിജൻ്റായി നിങ്ങൾ ഇവിടെ ഇരിക്കണം. ഇത് ഗൗരവമായ വിഷയമാണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. അല്ലാതെ നിങ്ങൾ ഈ നേരം പോക്കിന് ഇവിടെ വന്നത് പിന്നെ എന്തോ വന്നു അപ്പം നിന്ന് കാണാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളും ഇവിടെ ഇരിക്കരുത്. അവരെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണും. വലിയ വിഷയമാണ് ഈ പറയുന്നത് എന്ന് ബോധ്യമുള്ളവർ മാത്രം ഇവിടെ ഇരിക്കണം, അല്ലാത്തവർ ഇവിടെ ഇരിക്കരുത്. ഇതൊരു തൗഫീഖാണ്. ചില കാര്യങ്ങളുടെ തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളുടെ മേൽ തുറന്നു കൊടുക്കും. അതാണിത്. അപ്പോൾ ദജ്ജാലിസം, ദജ്ജാലി പാർട്ടി, ഈ ദജ്ജാലി പാർട്ടി എന്താണെന്ന് മനസ്സിലാക്കണം. ആ ദജ്ജാലി പാർട്ടിയിൽ പെടാതിരിക്കാനുള്ള ഒരു വഴി ഞാൻ ആദ്യമായി പറഞ്ഞ ഒരു പ്രൊട്ടക്ഷൻ, സെൽഫ് പ്രൊട്ടക്ഷൻ ഹംദാണ്. അതാണ് അൽഹംദുലില്ലാ കൊണ്ട് തുടങ്ങാനുള്ള കാരണം. അതവിടെ പറഞ്ഞു, വിശദീകരിച്ചു തരുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം റസൂലിനെ മുന്തിക്കലാണ്. റസൂലിനെ മുന്തിക്കുന്നിടത്ത് ഉമ്മത്ത് മുസ്ലിമത്ത് പരാജയപ്പെട്ടിട്ടുണ്ട് പല കാലത്തും. പ്രത്യക്ഷത്തിൽ അവർക്ക് ചില ന്യായങ്ങളും ഉണ്ടായിരിക്കും. ആ ന്യായങ്ങൾ ഒരു കാലത്തും തകർക്കപ്പെടാത്ത ന്യായങ്ങളും ആയിരിക്കും. എന്താണ് ന്യായം? റസൂൽ എന്നത് ഒരു സൃഷ്ടിയല്ലേ, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമല്ലേ. അപ്പോൾ മുന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ കലാമായ ഖുർആനിനെ അല്ലേ എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ മുന്നിൽ സമുദായത്തിലെ ഉൽപ്പതിഷ്ണു വിഭാഗങ്ങൾ ഒന്നാം റൗണ്ടിൽ പൊട്ടി. പിശാച് ദജ്ജാൽ പ്രത്യക്ഷപ്പെടാൻ ഒരുങ്ങുന്ന ഇന്നത്തെ കാലത്ത് ബഹുഭൂരിപക്ഷം ഒന്നാം പാർട്ടിയുടെ പിൻഗാമികളും പൊട്ടുകയാണ്. ന്യായം, പ്രത്യക്ഷ ന്യായം അവരുടെ പക്ഷത്തുണ്ട് താനും. എന്താ പ്രത്യക്ഷ ന്യായം? ഇത് കലാമല്ലേ, ഇതൊരു സൃഷ്ടിയല്ലേ. ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയല്ല, ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. മുഹമ്മദ് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ സൃഷ്ടിയേക്കാൾ മുന്തിക്കേണ്ടത് അവൻ്റെ തന്നെ കലാമിനെയല്ലേ. ഇതാണ് ന്യായം. ഈ ന്യായം ഒരു കാലത്തും തകർക്കപ്പെടില്ല. ഇതൊരു യുക്തിയാണ്, ഇതൊരു ന്യായമാണ്. സത്യവും യുക്തിയും തമ്മിൽ പലപ്പോഴും തെറ്റും. അവിടെ യുക്തി വിലയിൽ, യുക്തിക്ക് അന്തപ്പൊരുൾ അറിയുന്ന ആൾക്ക് യുക്തിക്കല്ല വില, സത്യത്തിനാണെന്ന് മനസ്സിലാവും. സത്യത്തെ കണ്ടെത്താൻ തൗഫീഖ് ബസീറത്തുള്ള ആളുകൾക്കല്ലാതെ കഴിയുകയുമില്ല. വിദ്യാർത്ഥിന്റെ കക്ഷികളെല്ലാം ഖുർആനെ മുന്തിച്ചു എന്ന് വരുത്തി തീർത്തു.
അപ്പോൾ സാധാരണ ജനങ്ങൾക്കിടയിൽ വരെ അവർ വിജയിച്ചു. എന്തുകൊണ്ട്? ഞങ്ങൾ മുന്തിച്ചത് ഖുർആൻ. സത്യത്തിൽ അവർ മുന്തിച്ചത് ഖുർആനെ അല്ല, അവർ മുന്തിച്ചത് അവരെയാണ്. ഖുർആനെ മുന്തിക്കാൻ അവർക്ക് കഴിയൂല. ഖുർആൻ എന്ന പേരിൽ അവർ അവരുടെ ഹവയെ മുന്തിച്ചു. സ്വന്തം ഹവ നടക്കുന്ന ഒരൊറ്റ കാര്യം ഖുർആനാണ്. ഖുർആനിൽ ഏതു ഹവയും നടക്കും, റസൂലിൽ അത് നടക്കൂല. റസൂൽ വളരെ കൃത്യമാണ്. അവിടെ പ്രശ്നം മനസ്സിലായില്ല. ഖുർആൻ എന്ന പേരിൽ അവർ മുന്തിക്കുന്നത് അവരെ തന്നെയാണ്. ഹിസ് ഓൺ ചോയ്സ്. മനസ്സിലായില്ല? അവരുടെ സ്വന്തം താല്പര്യം, അല്ലാതെ എന്തിനെയല്ല, ഖുർആനല്ല. ഖുർആനിന്റെ പേരിൽ നീ ഒരു 10 പരിഭാഷ ഇവിടെ വെച്ചാൽ 10 താല്പര്യം അതിന്റെ പിന്നിലുണ്ടാവുക. ഈ 10 പരിഭാഷകളും 10 താല്പര്യത്തിലൂടെ യാത്ര ചെയ്യും. ജനങ്ങളെ 10 സ്ഥലത്തേക്ക് നയിക്കും. അത് ഹവയാണ്. മനസ്സിലാണ് പറഞ്ഞത്. അവിടെ പിന്നെ ഖുർആന്റെ വ്യക്തത ബോധ്യപ്പെടുക റസൂലിലൂടെയാണ്. റസൂലിനെയും സ്വയം ബോധ്യപ്പെടൂല. റസൂലിനെ ബോധ്യപ്പെടണമെങ്കിൽ സ്വഹാബത്തിലൂടെ ബോധ്യപ്പെടൂ. അപ്പോൾ സ്വഹാബത്തിനെ തിരിച്ചറിയലാണ് റസൂലിനെ അറിയൽ. റസൂലിനെ അറിയലാണ് ഖുർആനിനെയും അറിയൽ. കാരണം റസൂൽ നമ്മുടെ മുന്നിലില്ല. നമ്മുടെ മുന്നിലുള്ളത് സ്വഹാബികളാണ്. സ്വഹാബികളിലൂടെയാണ് നമ്മൾ റസൂലിനെ മനസ്സിലാക്കിയത്. സ്വഹാബികൾ ഒതുങ്ങിയ വ്യത്യസ്തമായ വീക്ഷണങ്ങളാണെങ്കിൽ ആ വ്യത്യസ്ത വീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദിയത്തിന്റെ ജമാലാണ്. മുഹമ്മദിയത്തിനും ഒരു അഴകുണ്ട്, അതിൻ്റെ വൈവിധ്യതയാണത്. ആ വൈവിധ്യത ഒരു നിലക്ക് സിദ്ദീഖിൽ വെളിവായത് മറ്റൊരു നിലക്ക് ഉമറിൽ വെളിവാവും, മറ്റൊരു നിലക്ക് ഉസ്മാനിൽ വെളിവാവും, മറ്റൊരു നിലക്ക് അലിയിലും വെളിവാവും. ഇത് മുഹമ്മദിയ ജമാലിയത്താണ്. എന്താണ് ജമാൽ? വെളുപ്പും ജമാലാണ്, കറുപ്പും ജമാലാണ്. കാരണം വെളുപ്പും കറുപ്പും വിരുദ്ധമായ നിറങ്ങളാണ്, പക്ഷെ രണ്ടും അഴകാണ്. അഴക് എന്ന തലത്തിൽ അതെല്ലാം ഒന്നാണ്. വെളുപ്പൊറ്റക്ക് അഴകല്ല, കറുപ്പൊറ്റക്കും അഴകല്ല. നിറങ്ങൾ എന്ന അടിസ്ഥാനത്തിൽ ഈ വൈജാത്യതകൾ വ്യത്യസ്തപ്പെടുന്ന ഈ ഭാവങ്ങളിലൂടെ എന്തുണ്ടാവാണ്? അഴകിനെ ദർശിക്കണം. അപ്പോൾ സിദ്ദീഖിയത്തും മുഹമ്മദിയത്താണ്, ഉമരിയത്തും മുഹമ്മദിയത്താണ്, ഉസ്മാനിയത്തും മുഹമ്മദിയത്താണ്, അലിയത്തും മുഹമ്മദിയത്താണ്. ഇത് വ്യത്യസ്തമായ നിറങ്ങളായി നമുക്ക് തോന്നാമെങ്കിലും ഇവരെ മനസ്സിലാക്കും. ഇവരിലൂടെ നമ്മൾ മുഹമ്മദിയത്തിൽ എത്തിച്ചേരാം. മുഹമ്മദിയത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. ചില ഹാർഡായ തലങ്ങളുണ്ട്, വളരെ സോഫ്റ്റായ തലമുണ്ട്. അതായത് ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, ഉമറിന്റെ ഹാർഡ്നെസ്, ഉസ്മാന്റെ സോഫ്റ്റ്നെസ്, ഇത് രണ്ടും മുഹമ്മദിയത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. മനസ്സിലായില്ല? ഉമറിൽ ഒരു ഹാർഡ്നെസ് ഉണ്ട്, ഉസ്മാനിൽ സോഫ്റ്റ്നെസ് ഉണ്ട്. ഈ അപ്പുറത്തിപ്പുറത്ത് രണ്ടാളുണ്ട്. ഒന്ന് സിദ്ദീഖിൽ ഹാർഡ്നെസ്സും സോഫ്റ്റ്നെസ്സും ഉണ്ട്, അലിയിലും ഹാർഡ്നെസ്സും സോഫ്റ്റ്നെസ്സും ഉണ്ട്. ഇതെല്ലാം എവിടെ നിന്നുണ്ടായത്? മുഹമ്മദിയത്തിൽ നിന്നുണ്ടായത്. മനുഷ്യൻ വ്യത്യസ്തമായ പേഴ്സണാലിറ്റിയാണ്. നിന്റെ ചോയ്സും എന്റെ ചോയ്സും രണ്ടാണ്. മനസ്സിലായോ പറഞ്ഞത്? ചിലർക്ക് കറുപ്പാണ് ഇഷ്ടം, ചിലർക്ക് വെളുപ്പാണ് ഇഷ്ടം. ഇവരെയൊക്കെ ഉൾക്കൊള്ളാൻ ഇവരൊക്കെ ദീനിന്റെ ആളുകളായി വരും മുഹമ്മദിയത്തിൽ വരുമ്പോൾ. ചിലതിനെതിരായി തോന്നും. അല്ല, വെളുപ്പ് കറുപ്പിനെതിരല്ല, കറുപ്പ് വെളുപ്പിനും എതിരല്ല. അത് രണ്ടും അഴക് എന്ന തലത്തിൽ വ്യത്യസ്ത ഭാവങ്ങൾ മാത്രമാണ്. ഇവിടെ 1.5 ലക്ഷം സ്വഹാബികളിലൂടെയും നബിയെ ദർശിക്കാം. ആ ആള് സ്വഹാബിയാണെങ്കിൽ
ഇതൊക്കെ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കിയാലേ ഖുർആൻ മനസ്സിലാവും. അല്ലാതെ ഭാഷ എടുത്തു വെച്ച ഖുർആൻ മനസ്സിലാവൂല. അത് ദജ്ജാലിയത്താണ്. മനസ്സിലാവേണ്ട വളരെ ഗൗരവമായി ചിന്തിക്കണം. നിങ്ങൾ ഖുർആൻ എടുത്തൊരിച്ചിട്ട് ഭാഷാപരമായ അർത്ഥം വെച്ചാൽ അതെന്തല്ല, അത് ഖുർആനല്ല, അത് നിങ്ങളുടെ ഹവയാണ്. അത് സിദ്ദീഖിലൂടെ മനസ്സിലാക്കിയാൽ അത് റസൂലാണ്, ഉമറിലൂടെ മനസ്സിലാക്കിയാലും റസൂലാണ്, ഉസ്മാനിലൂടെ മനസ്സിലാക്കിയാലും റസൂലാണ്, അലിയിലൂടെ മനസ്സിലാക്കിയാലും റസൂലാണ്. അവർക്ക് പിഴവില്ല. അവർക്ക് ശുദ്ധീകരിച്ച ഒരാൾ മുന്നിലുണ്ട്. അവർക്ക് പിഴവെന്നത് സംഭവിച്ചില്ല. അത് നിറക്കൂട്ടുകളുടെ സാന്നിധ്യം മാത്രമാണ്. ഇപ്പോൾ സുന്നികൾ അലിയുടെ പിഴവ് തരിക. അവർക്ക് പിഴച്ചു. എന്തുകൊണ്ടാണ് അവർക്ക് പിഴച്ചത്? അവർക്ക് വഹാബികളെക്കാൾ പിഴച്ചു. ഇപ്പോൾ നിലവിൽ ചില സുന്നികൾക്ക് വഹാബികളെക്കാൾ പിഴച്ചു. അവർ അലിയുടെ പിഴവ് തിരഞ്ഞു. അലിക്ക് പിഴവ് എന്ന സംഗതി ഇല്ല. അത് മുഹമ്മദിയത്തിന്റെ ജമാലാണ്. അലിയുടെ പിഴവ് തെരഞ്ഞവരെ ഖവാരിജ്. അവർ ഇസ്ലാമിലെ ആദ്യത്തെ വാന്തര വിഭാഗം. അവർ നരകത്തിലെ നായ്ക്കളാണ്. അവർ ഈ ഉമ്മത്തിന്റെ പിഴവിന്റെ ആദ്യത്തെ മൂർധന്യത്തിൽ കയറിയ ഒന്നാം വിഭാഗമാണ് ഖവാരിജ്. പിന്നീട് അതേ വഴിക്ക് തന്നെ പലരും വന്നു. പിന്നീട് വഹാബിയത്തും വന്നു. ഇപ്പോൾ സുന്നികൾ ഡയറക്റ്റ് അലിയുടെ പിഴവ് നേർത്തുകയാണ്. അതിനെന്താ കാരണം? അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അലി വിരുദ്ധത കയറിക്കൂടി. അതിന്റെ കാരണം ഇടപഴക്കം. ആരുമായി? വഹാബിയത്തുമായി. ഈ വഹാബിയത്തുമായുള്ള ഇടപഴക്കം ഉമ്മത്തിനെ തകർത്തു. അതുകൊണ്ടാണ് ചിരിച്ചും കളിച്ചും നടക്കുന്ന നിങ്ങളുടെ ചങ്ങാതി നേതാക്കളോട് ഞാൻ എതിരാകുന്നത്. കാരണം ആരെയും കൂട്ടാം, അവരെ കൂട്ടാൻ പറ്റൂല. അവർ മുഹമ്മദിയ ജമാലിനെ, ഈ അഴകിനെ ആദ്യമായി എതിരായതാണ്. വഹാബികളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവർ മുസ്ലിങ്ങളല്ലേ? മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളെ മുഴുവനും അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. അംഗീകരിക്കാൻ പറ്റുന്ന മുസ്ലിമും പറ്റാത്ത മുസ്ലിമുണ്ട്. ചില തലങ്ങളിൽ അംഗീകരിക്കാൻ പറ്റുന്ന അമുസ്ലിമുണ്ട്. ഒരു അമുസ്ലിമാണ്, അയാളെ ചില തലങ്ങളിൽ അംഗീകരിക്കാൻ കഴിയും. ചില തലങ്ങളിൽ ഒരു മുസ്ലിമിനെ അംഗീകരിക്കാൻ കഴിയൂല. ചില തലത്തിൽ ഒരു ഹിന്ദുവിനെ അംഗീകരിക്കാൻ കഴിയും. മനുഷ്യന് വേണ്ടത് ബുദ്ധിയാണ്. മനസ്സിലായില്ല? വളരെ നിങ്ങൾ ചിന്തിക്കണം. ഇസ്ലാമിക ഖജനാവിന്റെ താക്കോൽ ക്രിസ്ത്യാനികളെ ഏൽപ്പിച്ച ചരിത്രം കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെയും കഴിഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖജനാവിന്റെ താക്കോൽ അവരെ കയ്യിൽ ഏൽപ്പിച്ച കാലം മുസ്ലിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹിന്ദുക്കൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഹിന്ദുക്കളെ താക്കോൽ ഏൽപ്പിച്ച കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ സമയത്ത് മുസ്ലിങ്ങളെ ഏൽപ്പിക്കാത്ത കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആര് വിശ്വസ്തൻ ആര് വിശ്വസ്തനല്ല എന്നത് രാജാവിന്റെ മനസ്സിൽ തന്നെ പടച്ചോൻ തോന്നിപ്പിച്ചു കൊടുക്കും. മുസ്ലിമായ രാജാവിനോട് ഹിന്ദുവായ സൈന്യാധിപനെ മുൻനിർത്തിയിട്ട് മുസ്ലിങ്ങൾ യുദ്ധം ചെയ്ത കാലം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഏതൊരു പ്രഭാഷണത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ മുസ്ലിം ആയതുകൊണ്ട്, മുസ്ലിം എന്ന പ്രത്യക്ഷമായ പേരുള്ളത് കൊണ്ട് ഒരാളെ പൂർണ്ണമായി അംഗീകരിക്കാൻ കഴിയില്ല. അതാണ് വഹാബിയത്തിന് സംഭവിച്ചത്. എന്നാൽ മുസ്ലിങ്ങൾ എന്ന നിലയിൽ അവരെ കൂട്ടാവുന്ന തലങ്ങളുണ്ട്. അതെന്താണ്? അത് നമ്മളൊരു സാധാരണയായി കൂട്ടുന്നൊരു കൂട്ടം, അത്രയേ ഉള്ളൂ. വഹാബിയത്ത് എന്നാൽ അടിസ്ഥാനപരമായി ദജ്ജാലിയത്താണ്. വഹാബിയത്ത് ദജ്ജാലിയത്താണ്. എന്താണെങ്കിലും അവർ ദജ്ജാലിന്റെ ന്യായികളാണ്. വഹാബികൾ ദജ്ജാലിന്റെ നിസ്സംശയം, അതിൽ സംശയിക്കണ്ട. അവർ ഖുർആനോടും, അവർ ഖുർആൻ പഠിക്കും, അവർ ഖുർആൻ പഠിപ്പിക്കും, ഒക്കെ ചെയ്യും. വഹാബികൾ 100% ദജ്ജാൽ
അനുയായികളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പറയുക എന്നുള്ള ഉത്തരവാദിത്തമുള്ളൂ, നിങ്ങളെ സ്വീകരിപ്പിക്കലിൻ്റെ ഉത്തരവാദിത്തമല്ല. ഇത് പറയാം. ഒരാൾക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കാം, അയാളത് പറയണം. ജനത്തിന് ഉൾക്കൊള്ളാൻ കഴിയും, ചിലപ്പോൾ കഴിയില്ല. അത് പ്രതിബദ്ധതയില്ലാത്ത ഒരാൾക്ക് ഒരു പ്രത്യേകമായ ഒരു പ്രത്യേകമായ ചരടിൽ കുടുങ്ങാത്ത ആൾക്ക് ഇത് പറയും. ഞാനൊരു പ്രത്യേക ചരടിൽ കുടുങ്ങിയ ആളല്ല. ഇതിൻ്റെ പിന്നിൽ ഒരു താല്പര്യമില്ല. ഹക്കിനെ ഡിപ്പെൻഡ് ചെയ്യാന്നല്ലാത്ത ഒരു താല്പര്യമില്ല. അകക്കണ്ണ് തുറന്നാൽ ഞാൻ ഈ പറഞ്ഞതൊക്കെ സത്യമാണ്, നിങ്ങൾക്ക് ബോധ്യപ്പെടും. അകക്കണ്ണ് തുറന്ന് കിട്ടണം, അല്ലാതെ ബോധ്യപ്പെടൂല. ഞാനീ പറഞ്ഞ എല്ലാം സത്യമാണ്, 100% സത്യം. അപ്പൊ നിങ്ങളിത് വളരെ ഗൗരവമായി ചിന്തിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല, ഞാൻ ആ ഭാഗത്തേക്ക് വീണ്ടും വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിച്ചതിനെ നമ്മൾ കണ്ടെത്തണം. അത് കണ്ടെത്തൽ പ്രയാസം, അത് കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള വഴിയെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഞാനത് കാണിച്ചു. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ, കിതാബിനെ പിന്തിച്ചു പറഞ്ഞു. അൻസൽ കിതാബ അലാ മുഹമ്മദ് ഇങ്ങനെയാക്കാം, അൻസൽ കിതാബ അലാ റസൂലിഹി അങ്ങനെയാക്കാം. പക്ഷെ അൻസല അലാ അബ്ദിഹി, അബ്ദിനെ മുന്തിച്ചു. പ്രത്യക്ഷത്തിൽ അവിടെ പിന്തിക്കേണ്ടതാണ് ഭാഷാപരമായി ഫിഅലി, ഫാഇലി, മഫ്ഊലി. മഫ്ഊലി കഴിഞ്ഞിട്ടാണ് മുതഅല്ലിഖാത്തുകൾ വരേണ്ടത്. അപ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അൻസലൽ കിതാബ അലാ മുഹമ്മദ് ഔ അലാ നബിയിഹി ഔ അലാ റസൂലിഹി അങ്ങനെയൊക്കെ പറയേണ്ടത്. ഔ അലാ അബ്ദിഹി പിന്തിച്ച പറയേണ്ടത്. പക്ഷേ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി, അബ്ദിനെ മുന്തിച്ചു. ഖുർആനിൽ എവിടെയും അബ്ദിനെ മുന്തിച്ചത്. ഫാത്തിഹയിൽ അബ്ദിനെ മുന്തിച്ചല്ലോ. ഫാത്തിഹയിൽ അല്ലാഹു എന്ന നാമം 2 തവണയാണ്, അബ്ദ് 4 തവണയാണ്. റഹ്മത്ത് അബ്ദിന്റെ പേരാ. റഹ്മത്ത് ഉള്ളടങ്ങിയത് റഹ്മാനും റഹീമും. റഹ്മാനിന്റെ ഉള്ളിൽ റഹ്മത്ത, റഹീമിന്റെ ഉള്ളിലും റഹ്മത്ത. അത് 4 തവണയാണ്. അല്ലാഹ് 2 തവണയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റഹ്മാനിർ റഹീം. വീണ്ടും ചിന്തിക്ക്. അപ്പൊ അവിടെയും മുന്തിച്ചു. ഇനി അൽഹംദുലില്ലയാണ് ആദ്യത്തെ ആയത്തെന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ അവന്റെ ഫസ്റ്റ് ഭാഗം തന്നെ മുഹമ്മദാണ്. അൽഹംദ് മുഹമ്മദാണ്. ഇനി ഒരാൾ പറഞ്ഞു ബിസ്മി ഖുർആൻ ഫാത്തിഹയിൽ പെട്ടതല്ല, അൽഹംദ് മുതലാണ് ഞാൻ തുടങ്ങുന്നത്. ആയിക്കോട്ടെ, നീ ആദ്യം പറഞ്ഞത് മുഹമ്മദിന്റെ പേരാ. അൽഹംദ് മുഹമ്മദിന്റെ പേരാ. മനസ്സിലുകൊണ്ട് പറഞ്ഞ് നിങ്ങൾ ചിന്തിക്ക്. മുഹമ്മദിന്റെ ഉള്ളിൽ ഹംദാണുള്ളത്, മുഹമ്മദിന്റെ ഉള്ളിൽ ഹംദാണെന്നുള്ളത്. എന്താ മുഹമ്മദിന്റെ ഉള്ളിലുള്ള ഹംദ്? സമർപ്പിച്ചതും സമർപ്പിക്കപ്പെടേണ്ടതും, അതാണ് മുഹമ്മദ്. നല്ല ഉഷാറിലിരിക്കണം, നല്ല ഉഷാറിലിരുന്നാൽ ഇത് മനസ്സിലാവുള്ളൂ. തലക്ക് കൊടുത്തിട്ടിരിക്കണം. കയറിയിരുന്നോളി, കയറി. നിങ്ങൾ ക്ലാസ്സിന് വന്നവരാണെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു. ക്ലാസ് അല്ല, വളരെ വ്യക്തമായ ലൈഫിന്റെ അഡ്വൈസ് ഞങ്ങൾക്ക് തരിക. ഒരു നിലക്ക് ഗൾഫിലൊക്കെ ഉള്ള ഗുണകാംക്ഷികളായ ആളുകളെ വിചാരിച്ചിട്ടാണ് ഇത് സോഷ്യൽ മീഡിയ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്കതിന് ആഗ്രഹമില്ല. അതായത് സ്വന്തം കുടുംബം പോറ്റാൻ വേണ്ടിയും നാടിനെ പോറ്റാൻ വേണ്ടിയും ഗൾഫ് പോയ സാധുക്കളായ ആളുകൾക്ക് ഇവിടെ വരാൻ കഴിയില്ലല്ലോ. അപ്പൊ അവരെ വെച്ചിട്ടാണ്, അവരെ കരുതിയാണ് സോഷ്യൽ മീഡിയ കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ പുറത്തേക്ക് തന്നെ പോവില്ല. ഇത് വളരെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു മുന്തിച്ചു. ഇപ്പൊ ഫാത്തിഹ സൂറത്തിൽ അള്ളാഹു ഒരു തവണയും
അബ്ദ് 2 തവണയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫാത്തിഹ സൂറത്തിൽ ബിസ്മി. ഒരാൾ ബിസ്മി ഫാത്തിഹയിൽ എണ്ണുന്നില്ലെങ്കിൽ ഓൻ ഹംദ് കൊണ്ടാണ് തുടങ്ങുന്നത്. ഹംദ് എന്നാൽ മുഹമ്മദാണ്. എന്താണ് ആ ഹംദ്? ആ ഹംദ് എന്നാൽ 2 ഹംദ്. 1 സമർപ്പിച്ചു പോയത്, 2 സമർപ്പിച്ചു കൊടുക്കേണ്ടത്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എന്താണ് പറഞ്ഞതിനർത്ഥം? അൽഹംദുലില്ലാഹ്. ഹംദ് സമർപ്പിക്കേണ്ടത് അല്ലാഹുവിനാണ്. ഒരാൾ ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് അവസരം കിട്ടിയത്. ആ ആളാണ് മുഹമ്മദ്. അതുകൊണ്ട് നീ ഹംദ് അയാൾക്ക് സമർപ്പിക്കണം. അയാളാണ് മുഹമ്മദ്. അപ്പോൾ അള്ളാഹുവിന് നേരത്തെ കാലത്തെ ഒരാൾ സമർപ്പിച്ചതിലേക്കും അൽഹംദ് സൂചനയാണ്, അയാൾക്ക് സമർപ്പിക്കേണ്ടതിലേക്കും അൽഹംദ് സൂചനയാണ്. അപ്പോൾ അയാൾ മനസ്സിലായില്ല, ഈ വർക്ക് പണ്ടൊരാൾ ചെയ്തിട്ടുണ്ട്, അവിടെ അത് മുഹമ്മദാണ്. ഈ വർക്ക് നീ ഒരാൾക്ക് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, അത് മുഹമ്മദാണ്. അതാണ് അൽഹംദ്. അൽഹംദുലില്ലാഹ്. ഹംദ് അല്ലാഹുവിന് സമർപ്പിക്കണം. അതെന്തേ? പണ്ടേ ഒരാൾ അൽഹംദ് അല്ലാഹുവിന് സമർപ്പിച്ചിട്ടുണ്ട്, ആ ആളാണ് അഹമ്മദ്. അപ്പോൾ അഹമ്മദിയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് അൽഹംദ്. തന്നെ അള്ളാഹു സൃഷ്ടിച്ച ഉടനെ ആ ആൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ അഹമ്മദായി. അയാൾ അൽഹംദ് സമർപ്പിച്ചത് അള്ളാഹുവിനാണ്. അയാളെ പോലെയാകാൻ നിനക്ക് കഴിയൂല. അയാളെ പിൻപറ്റലാണ് നിന്റെ അൽഹംദ്. അങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് നീ ഹംദ് അയാൾക്കും സമർപ്പിക്കണം. കാരണം എന്തുകൊണ്ട്? ഏറ്റവും ആദ്യമായിട്ടും ഏറ്റവും അധികമായിട്ടും അൽഹംദുലില്ലാഹ് സമർപ്പിച്ച ആൾ അയാളാണ്. അതുകൊണ്ട് നീ അയാൾക്ക് ഹംദ് സമർപ്പിക്കണം, അയാളെ മുഹമ്മദാക്കണം. അയാൾക്ക് നീ എത്ര സമർപ്പിച്ചാലും അതും സമർപ്പിച്ചതില്ല അൽഹംദുലില്ലാഹ്, അത് സമർപ്പിച്ചത് അല്ലാഹുവിന് തന്നെയാണ്. അപ്പോൾ സമർപ്പിച്ചതിൻ്റെ ഓർമ്മയും സമർപ്പിക്കപ്പെടേണ്ടതിൻ്റെ ഓർമ്മപ്പെടുത്തലുമാണ് അൽഹംദുലില്ലാഹ്, അതും മുഹമ്മദാണ്. ഇതിനപ്പുറം ചക്കിൽ തിരിക്കേണ്ടി വരും. അത്രേ കഴിയുള്ളൂ. ഇത് വഹാബിക്ക് മനസ്സിലാവില്ല, ആധുനിക സുന്നിക്ക് മനസ്സിലാവില്ല. ഒരു തല കെട്ടി നടക്കും, അവർക്ക് അല്ലാഹു അന്തം കൊടുത്തില്ല. നല്ല പോലെ ചിന്തിക്കണം. അപ്പം മുഹമ്മദിയത്തിന് മുന്തിച്ചിട്ടാണ് എന്ത് വരുന്നതിനെ ഖുർആൻ തന്നെ വന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു 1 വട്ടം, മുഹമ്മദ് 2 വട്ടം. അൽഹംദുലില്ലാഹ്, മനസ്സിലായോ പറഞ്ഞത്? അൽഹംദുലില്ലാഹ് കൊണ്ടാണ് ഖുർആൻ തുടങ്ങുന്നതെങ്കിൽ അൽഹംദ് തന്നെ, അൽഹംദുലില്ലാഹ് എന്നുള്ള തന്നെ ഒരു ഓർമ്മപ്പെടുത്തലാണ് മുഹമ്മദിലേക്ക്. കാരണം ആദ്യമായി അൽഹംദുലില്ലാഹ് പറഞ്ഞ ആൾ, അൽഹംദ് സമർപ്പിക്കേണ്ട ഒരു സൃഷ്ടി ഉണ്ടെങ്കിൽ അത് ഈ സൃഷ്ടിയാണ്. അയാൾക്ക് നീ സമർപ്പിക്കുമ്പോൾ നീ സമർപ്പിക്കുന്നത് റബ്ബിന് തന്നെയാണ്. അപ്പോൾ സമർപ്പിച്ചു പോയതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും, മനസ്സിലായില്ലേ? സമർപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യതയെക്കുറിച്ചുള്ള ഒരു അറിയിപ്പും രണ്ടുമാണ് അൽഹംദുലില്ലാഹ്. സമർപ്പിക്കപ്പെട്ടതും സമർപ്പിക്കപ്പെടേണ്ടതും. സമർപ്പിക്കപ്പെട്ടത് മിൻ മുഹമ്മദ്, സമർപ്പിക്കപ്പെടേണ്ടത് ഹംദ് ഇല മുഹമ്മദ്. അള്ളാഹുവിന് ഹംദ് ആദ്യം സമർപ്പിച്ചത് മുഹമ്മദ്, മിൻ മുഹമ്മദ് ഇല റബ്ബിഹി. പിന്നെ ഹംദുക ലഹു ഫഇന്നഹു മുഹമ്മദ് സമ്മാഹു റബ്ബുഹു മുഹമ്മദൻ ലിഅന്നഹു അഹഖു അൻ യുഹമ്മദ ഫഇന്നഹു മുഹമ്മദ്. ഹംദ് സമർപ്പിക്കപ്പെടേണ്ട ആളാണിത്. അയാളെ എല്ലാവരും പ്രശംസിച്ചിരിക്കണം. കാരണം പ്രശംസ എന്ന പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായ ഒരു മൂലകമുണ്ട്. ആ മൂലകം കൊണ്ട് അയാൾ വിജയിച്ചു. അതുകൊണ്ട് ഒരു വിന്നായ ആളെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണമല്ലോ. ഹംദ് എന്നാൽ എന്താണ്? ഹംദ് എന്ന പ്രപഞ്ച രഹസ്യങ്ങളുടെ കാതലാണ് ഹംദ്.
പ്രശംസിക്കപ്പെടാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ മാമിൻകും മിൻ അഹദിൻ മിനല്ലാഹ്, അള്ളാഹിനേക്കാൾ പ്രശംസ ഇഷ്ടപ്പെടുന്ന വേറെ ആരുമില്ല. അപ്പൊ ഈ പ്രശംസക്ക് വേണ്ടിയാണ് അവൻ പ്രപഞ്ചം പടച്ചത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ ആധാരമാണ് എന്ത്? പ്രശംസ. അതാണ് ഹംദ്. അതാദ്യം സമർപ്പിച്ചതിൽ വിജയിച്ചതുമായ ആള് മിൻ മുഹമ്മദാണ്. അതുകൊണ്ട് അവാർഡ് വാങ്ങിയ അയാൾ, അവാർഡ് ജേതാവിനെ പ്രശംസിക്കേണ്ടതിൽ മാനുഷിക ബാധ്യതയാണല്ലോ. അതാണ് ഇയാൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ട്. എന്താ അതിൻ്റെ അർത്ഥം? അഹഖു അൻ യുഹമ്മദ, അയാൾ പ്രശംസിക്കപ്പെടാൻ അർഹനാണ് ഏറ്റവും. അപ്പോൾ അൽഹംദുലില്ലാഹ്, അയാളെ നീ പ്രശംസിക്കുമ്പോൾ നീ അള്ളാഹു അല്ലാത്തവരെ പ്രശംസിക്കുകയല്ല. അയാൾക്കതിന് കഴിഞ്ഞത് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ടാണ്. അവിടെയും പ്രശംസിച്ചത് അള്ളാഹുവിനെ തന്നെയാണ്. അപ്പോൾ അൽഹംദുലില്ലാഹ് എന്നും മുഹമ്മദ്, അള്ളാഹു ആരെ മുന്തിച്ചത്? മുഹമ്മദ് മുസ്തഫാനെ. അതന്നെ. വളരെ നമ്മളിത് ചിന്തിക്കണം. അതെല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. അപ്പം ജില്ലയിൽ നോക്കുമ്പോൾ ആദമിൻ്റെ നെറ്റിത്തടത്തിൽ മുഹമ്മദിയത്ത് കണ്ടു, അപ്പോൾ വീണു. അതാര് കണ്ടില്ല? ഇബ്ലീസ് കണ്ടില്ല. ലൗ റആഹു ലസജദ, അത് കണ്ടിരുന്നെങ്കിൽ വീഴും, പക്ഷെ അത് കാണാൻ അയാൾക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? അയാൾ സെൽഫിഷാണ്. അയാളെക്കാൾ വലിയൊരാളെ കണ്ടിട്ടില്ല. അതുകൊണ്ട് അയാൾക്കത് കാണാൻ കഴിയൂല. അങ്ങനെ തന്നെ അയാൾക്കത് കാണാൻ കഴിയില്ല. ഇപ്പൊ ഈ ക്ലാസ്സിൽ വരുമ്പോൾ നിനക്ക് രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന് ക്ലാസ്സിനെ മുന്തിക്കുക, ഒന്ന് നിന്നെ മുന്തിക്കുക. നിന്നെ മുന്തിക്കുമ്പോൾ നീ ക്ലാസ് കാണൂല. ഉദാഹരണം, ഇവിടുത്തെ ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരാൾ നീയാണെങ്കിൽ അതിനെ നീ കാണുമ്പോൾ ഉസ്താദിനെ കാണാൻ കഴിയില്ല. ഉസ്താദിനെ മുന്തിക്കുമ്പോൾ നിന്നെ കാണാനും കഴിയില്ല. പണിക്കര അവസ്ഥ. പണിക്കര് കോഴി കൂകിയപ്പോൾ നേരം വെളുത്തു. കുറെ കഴിഞ്ഞപ്പോൾ നാട്ടുകാരും പണിക്കരും തമ്മിൽ തെറ്റി. അപ്പൊ പണിക്കര് എന്ത് ചെയ്തു? കോഴിനെ കൊണ്ടുപോയി. ഇനി ഇവിടെ നേരം വെളുക്കണം, എനിക്കൊന്ന് കാണാമല്ലോ. മനസ്സിലായില്ല? നേരം വെളുക്കങ്ങത്ത് പണിക്കർക്ക് 7 കോഴികളുണ്ട്. ഈ 7 പൂവൻ കോഴികളും നേരം കാലത്ത് കോഴി കുറച്ച് കഴിഞ്ഞാൽ നേരം വെളുക്കും. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അപ്പൊ എല്ലാരും പറയും പണിക്കര കോഴി കൂവുന്നുണ്ട്, നേരം വെളുത്ത് എല്ലാരും പറയും. പണിക്കർക്കാണ് ഇങ്ങനെ നീട്ടി കൂവാൻ പറ്റിയ പൂവൻ കോഴികൾ. അപ്പൊ നാട്ടിലൊരു കാര്യമായ ചർച്ചയാണ് എന്ത്? പണിക്കര കോഴി. എല്ലാവരും പറയും പണിക്കര കോഴി നേരം കൊടുക്കും. ഇത് പണിക്കർക്കും അറിയാം, ജനങ്ങൾ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ആര്? പണിക്കര്. കുറെ കാലം കഴിഞ്ഞപ്പോൾ നാട്ടുകാരും പണിക്കരും നമ്മൾ തെറ്റി. അപ്പോൾ പണിക്കർ എന്ത് ചെയ്തു? രാത്രി ജനങ്ങൾ കടന്നതിന് ശേഷം കീശയിലാക്കി 7 കോയിനും കീശയും കൊട്ടിയിലാക്കിയിട്ട് പണിക്കര് പോയി. ഇനി ഇവിടെ നേരം കൊടുക്കണത് എനിക്കൊന്ന് കാണും. മനസ്സിലായില്ല? ഇതന്നെ. ഇത് രണ്ടവസ്ഥ ഉണ്ട്. ഉസ്താദിനെ കണ്ടാൽ എന്നെ കാണൂല.